Hey guys, welcome back to our channel. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അല്ല ഈ പണിയൊക്കെ പകുതിക്കിട്ടിട്ട് ഇവിടെ എങ്ങോട്ട് പോയതാ? ഗിരിജ ഗിരിജ ഇവനെ കൊണ്ട് കിടു ഇങ്ങോട്ട് വന്നേ. ആഹാ നീ വന്നോ? അല്ല എന്തേ കുപ്പായൊക്കെ എന്തേ? വീണേ പറ മണിക്കുട്ടാ. അല്ല നീ തിരക്കിലാണോ? ഹേയ് അല്ല പറഞ്ഞോ എന്തേ? അല്ല ഈ അടുത്തായിട്ട് ഞാനും കുറച്ച് തിരക്കിലായി പോയി. നീയും കിടുനെ നോക്കിന തിരക്കിലായില്ലേ? അതാ നല്ല പോലെ ഒന്ന് സംസാരിക്കാൻ എന്നെ പറ്റിയില്ലല്ലോ. അതാ കുറച്ചേരം സംസാരിക്കാനും വിചാരിച്ചു വന്നതാ. നീ ഫ്രീ അല്ലേ? ആ പറ കിടു. എന്ത് സംസാരിക്കാനാ? അതെന്താ വീണേ അങ്ങനെ ചോദിച്ചേ? അല്ല വെറുതെ ചോദിച്ചതാ എന്താ പറയാനുള്ളതെന്ന്. എന്താ ദേഷ്യത്തിലാണോ? എന്തിനെ ഞാനെന്തിനു ദേഷ്യപ്പെടണം? അല്ല ഞാന് വീണ്ടും വൈകനെ കോണ്ടാക്ട് ചെയ്തതുകൊണ്ട്. നീ വൈകനെ കോണ്ടാക്ട് ചെയ്യണേല് എനിക്കെന്താ കുഴപ്പം? അതൊക്കെ അവനോട് ഇഷ്ടല്ലേ? അല്ല വൈക ആരാന്ന് അറിയാം. വൈകനന്റെ എക്സ് അല്ലേ പണ്ടത്തെ നിന്റെ? ആ മതി മതി, ഞാൻ ചോദിച്ചതാ. അതായത് അങ്ങനെ വൈകനോട് തിരിച്ചു സംസാരിച്ചത് കൊണ്ടാണോ നീ പിണങ്ങിയെന്ന്? സോറി കിടു, നീ സംസാരിച്ചത് ഞാൻ കേട്ടില്ല. എന്താ പറഞ്ഞേ? ആ ഞാൻ ഡ്രസ് ഇട്ടുതരാം, നീ പോയി ഡ്രസ് എടുത്തോണ്ട് വാ. ചെല്ലേ. അല്ല വീണേ, ഞാന് ചോദിച്ചതിന് നീ ഒരു മറുപടി പറഞ്ഞില്ലല്ലോ. മണിക്കുട്ടാ ഞാൻ എന്ത് പറയാനാ? അല്ല നീ അവളായിട്ട് സംസാരിക്കണേല് എനിക്കെന്താ കുഴപ്പം? അല്ല നീ ഇഷ്ടപ്പെട്ടിട്ടല്ലേ സംസാരിക്കുന്നേ? ആ അത് പിന്നെ ജസ്റ്റ് ഫ്രണ്ട് എന്ന നിലയ്ക്ക് അവള് തിരിച്ചും വരുമല്ലേ. അതാ അവളും എന്നെ കാണണമെന്ന് പറഞ്ഞായിരുന്നു. എനിക്കാണെങ്കിൽ കാണണമെന്നുണ്ടായിരുന്നു. അതാ വേറൊന്നല്ല, ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രാ. അപ്പൊ വീട്ടേക്ക് നീ എന്റെ താല്പര്യപ്രകാരല്ലേ ചെയ്യുന്നേ, അല്ലാതെ വേറൊന്നല്ലോ. ഹേയ് അല്ല അല്ല എന്റെ താല്പര്യത്തോടെയാ. അപ്പൊ വീട്ടേക്ക് അയില് എനിക്കൊരു കുഴപ്പമില്ല. അപ്പോ ഇവര് തമ്മില് കമ്മിറ്റഡ് ആണോ? ഹേയ് അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല. അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എനിക്കിപ്പോ എന്താ? ഞാനെന്തിനാ ഇതൊക്കെ ആലോചിച്ച് എന്റെ തല പുണ്ണാക്കുന്നേ? എന്നെയാണോ വിളിച്ചേ? അതെ നിന്നെ കിടു വിളിക്കുന്നുണ്ട്, അതാ വിളിച്ചേ. ആ ഓക്കെ. അവനെ ഡ്രസ് മാറ്റി കൊടുക്കാനാണോ? എന്നാ ഞാൻ ചെയ്യാം, മാറേ. ഹേയ് വേണ്ട, അവനെ ആരോടാണ് താല്പര്യം അവരടുത്ത് തന്നെ മാറ്റിച്ചോട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ അവനെ പറഞ്ഞനുസരിക്കത്തില്ല. അവനിപ്പോ വിയാന്റെ കൂടെയാ അധികം നേരം സ്പെൻഡ് ചെയ്യുന്നേ, അതുകൊണ്ടായിരിക്കണം. ഓ അത് ശരി. ആ പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് കേട്ടോ. എന്താ? അത് വൈകിയും അവളെ ഫാമിലി ആയിട്ട് ഇങ്ങോട്ടേക്ക് ട്രിപ്പിന് വരുന്നേന്ന് വന്നിട്ട് മീറ്റ് ചെയ്യാന്നാ പറഞ്ഞേ. ഓ അത് ശരി. ജയ്സനേട്ടൻ എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ പോവാട്ടോ. ആ ഓക്കെ. എന്താ കാന്താരി, എന്തോ പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നേ? ഹലോ എന്തേ വേദനിക്കുന്നുണ്ടോടാ? പിന്നെ ഇല്ലാണ്ടിരിക്കോ? ഇനി മേലാലെ ആ സാറിന്റെ പേരോ അല്ലെങ്കിൽ ഹണിന്റെ പേരോ പറഞ്ഞ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ നിന്നാലുണ്ടല്ലോ. ഓ ഇല്ല ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. പോരെ. അങ്ങനെ ചെയ്യത്തില്ലെന്ന് മാത്രല്ല, എന്നെ അല്ലാതെ ഒരാളെയും നിന്റെ കണ്ണോട്ട് നോക്കി പോയത് മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി. നീയേ എന്റെയാ, എന്റെ മാത്രം. എന്റെ മനസ്സിലായോ? ആടെ മനസ്സിലായി, എല്ലാം മനസ്സിലായി. നീ ആ ചെവി ഒന്ന് വിട്ടുന്നെങ്കിൽ. ഓയ് എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കുന്നേ? അത് എനിക്ക് ചിരിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ചിരിച്ചതാ. എന്തേ ചിരിക്കാൻ പാടില്ലെന്നുണ്ടോ? അയ്യോ അങ്ങനെ ആര് പറഞ്ഞേ? എന്റെ കാന്താരി വേണ്ട പോലെ ചിരിച്ചോന്നേ. അല്ലേലും ഞാൻ ആഗ്രഹിക്കുന്നതും എന്റെ കാന്താരി എപ്പോഴും ഇതേ കണക്കിന് ചിരിച്ചോണ്ടിരിക്കണമെന്നല്ലേ? ഓ മതി മതി, ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടിയാ വിളിച്ചേ. ചേട്ടനും ആ കാര്യം കേൾക്കാൻ വേണ്ടിയല്ലേ ഇത്രയും നാളും കാത്തിരുന്നേ? എന്താണെങ്കിലും പറഞ്ഞോ കാന്താരി, ഒന്നും വിചാരിക്കണ്ട. ഞാനിപ്പോ പറയുന്ന കാര്യം ആരോട് പോയി ബളമാനൊന്നും നിക്കണ്ട പറഞ്ഞേക്കാം. അത് മാത്രല്ല
അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. നീ എന്താണെങ്കിലും എന്നോട് പറയുന്നേ. അത് പിന്നെ പറയട്ടെ. അത് പിന്നെ നീ ഇങ്ങനെ സാറേനോട് അല്ല, നീ ഇങ്ങനെ സാറേനെ വെച്ച് ഇങ്ങനെ ഓരോന്നും പറയുന്നില്ലേ, അതൊന്നും എനിക്ക് തീരെ പിടിക്കുന്നില്ല. അവള് എന്റെ എനിമിയാ, അത് നിനക്ക് അറിയാവുന്നതല്ലേ? ആ പിന്നെ അറിയാണ്ട് എല്ലാവർക്കും അറിയത്തില്ലേ, നീയും സാറയും എൽസയൊക്കെ എനിമിയാന്ന്. അപ്പൊ എല്ലാം അറിഞ്ഞോണ്ടാണല്ലേ? അറിഞ്ഞോണ്ട് തന്നെയാ അവളടുത്ത് പോയി ഇരിക്കണതും അവളെ തേടി നടക്കണതും അവളെ പറ്റി ഇങ്ങനെ ഓരോന്നും പറഞ്ഞു നടക്കണതൊക്കെ അല്ലേ? ഗൗതം, ഞാൻ ചിരിക്കാനല്ലേ പറഞ്ഞേ, എനിക്കിതൊന്നും തീരെ പിടിക്കുന്നില്ല. പിടിക്കുന്നില്ലെന്ന് പറഞ്ഞാ എന്ത്? അതായത് നിനക്ക് എന്നെ പിടിക്കുന്നില്ലെന്നാണോ? ഹേ, അത് അങ്ങനെയല്ല. അത് പിന്നെ സാറിനോട് സംസാരിക്കുന്നത് എനിക്ക് തീരെ പിടിക്കുന്നില്ലെന്ന്. അതായത് എനിക്ക് സാറിനായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതും അവളെ തേടി നടക്കുന്നതും അവളെ അടുത്തിരിക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന്. എന്റെ ദൈവമേ, ഞാനീ കേൾക്കുന്നത് സത്യമാണോ അതോ സ്വപ്നോ? കാന്താരി, കമോൺ, ഇനി ഒറ്റ സ്റ്റെപ്പും കൂടി വെക്കാനുള്ളൂ. അതും കൂടെ ഒന്ന് പറഞ്ഞുതരടേ. എന്തേ പറഞ്ഞിട്ട് ഒരു മറുപടി ഇല്ലാത്തേ? ഞാൻ പറഞ്ഞത് അതൊക്കെ നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അല്ല, എനിക്ക് ഒരു ഡൗട്ട്. സാറയും എൽസയും ഒക്കെ നിന്റെ എനിമിയല്ലേ? ഇതിലെന്താ സംശയം? അവര് ഞങ്ങളുടെ എനിമിയാ. അപ്പോ ഞാനോ? അല്ല, ഞാനും നിന്റെ എനിമിയാന്നല്ലേ നീ എപ്പോഴും പറഞ്ഞു നടക്കാറ്. അപ്പോ എനിമിക്ക് എനിമി മിത്രങ്ങളായിക്കൂടെ? ഞങ്ങള് മിത്രങ്ങളാവുന്നതില് നിനക്ക് അങ്ങനെ ഇപ്പൊ മിത്രങ്ങളാവണ്ട കേട്ടാ. അവരെന്റെ എനിമിയാന്നുള്ള സത്യ. പക്ഷേ നീ അങ്ങനെയല്ല. ഐ മീൻ, അത് കരുതി നീ എന്റെ എനിമി അല്ലെന്നല്ല, നീ എന്റെ എനിമിയാണ്. ഇതാ ഞാനും പ്രതീക്ഷിച്ചേ. നീ ഒട്ടും പറയൂല, എന്നെ ഒട്ടും പറയാൻ സമ്മതിക്കൂല അല്ലേ? എന്ത്? ഹേയ്, നത്തിങ്. യു കണ്ടിന്യൂ. അത് കരുതി നീ എന്റെ എനിമിയാന്ന് പറഞ്ഞ വേറെ എനിമിയല്ല. പിന്നെ അതായത് ഈ ജന്മത്തിൽ മാത്രമല്ല, ഇനി എത്ര ജന്മം എടുത്താലും ഞാൻ എന്റെ എനിമി ആയിരിക്കും പറയാൻ വരുമായിരിക്കും അല്ലേ? അല്ല, അങ്ങനെയല്ല. ഐ മീൻ, യു മീൻ നീ എന്റെ എനിമിയാണ്. പക്ഷേ എനിമിയില് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എനിമി. ആഹാ, ഇത് കൊള്ളാലോ. എനിമിയിലും സ്പെഷ്യൽ ഒക്കെ ഉണ്ടോ? പിന്നെ ഇല്ലാണ്ട് യു ആർ മൈ സ്പെഷ്യൽ വൺ. ഇത്രയും പറഞ്ഞ നിനക്ക് അതും കൂടെ ഒന്ന് പറഞ്ഞോടേ കാന്താരി. അത് കരുതി വേറൊന്നും വിചാരിക്കല്ലേ. നീ എന്റെ മതി, ഞാൻ എന്റെ എനിമിയാണ്. ബട്ട് സ്പെഷ്യൽ എനിമി അത്രയല്ലേ ഉള്ളൂ. യു ആർ റൈറ്റ്. അതായത് നീ എന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എനിമിയാ. അതുകൊണ്ടാ ഈ വക കാര്യങ്ങളൊക്കെ നിന്നോട് പറയുന്നേ. പക്ഷേ ആ സാറയും എൽസയും ഹണിയൊന്നും അങ്ങനെയല്ല. അവരൊക്കെ എനിക്ക് എനിമിയാ, വേറെ എനിമി. അതുകൊണ്ടാ ഞാൻ പറയുന്നേ, നീ അവരോട് ഇങ്ങനെ മിണ്ടുന്നൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. മിണ്ടുന്നതൊക്കെ ഓക്കെ, ബട്ട് നീ അവരെ പേരും പറഞ്ഞ് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നില്ലേ, അതെനിക്ക് തീരെ പിടിക്കുന്നില്ല. ഇനി നീ അങ്ങനെ ചെയ്യത്തില്ലല്ലോ അല്ലേ? ഇനി അങ്ങനെ എങ്ങനെ ഞാൻ ചെയ്യും? നിന്റെ സ്പെഷ്യൽ വണ്ണാന്ന് നീ തന്നെ പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ നിന്നെ എങ്ങനെ ഞാനിനി ഹേർട്ട് ചെയ്യും? അതുകൊണ്ട് ഇനി അങ്ങനൊന്നും ചെയ്യത്തില്ല പോരെ? ശരിക്കും? അല്ല, സംസാരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, സംസാരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, ബട്ട് കൂടുതലാവണ്ട, അത്രേ ഉള്ളൂ. അപ്പോ ഇതാണോ നീ പറയാനുണ്ടെന്ന് പറഞ്ഞ കാര്യം? അതെ. അല്ല, നിനക്കെന്തെങ്കിലും? എനിക്ക് പറയാൻ ഒരുപാടുണ്ട്. പക്ഷേ അതൊക്കെ കേട്ടാ ചിലപ്പോ എന്റെ കാന്താരി ഇതുപോലെ നിന്നെന്ന് വരില്ല. അതുകൊണ്ട് അതൊന്നും വേണ്ട, ടൈം ആവുമ്പം പറയാന്നേ. അങ്ങനെ എന്ത് കാര്യാ പറയുന്നേ? ഞാനൊന്നും വേണ്ട. നീ എപ്പോഴാ ഗംഗേന്ന് നാഗവലിയിലേക്കാവാന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടേ ഇപ്പൊ തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല. ബട്ട് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം നീയും അത് റിയലൈസ് ചെയ്യുന്ന വിചാരിക്കുന്നു. അപ്പോ അതിനെ കുറിച്ച് പറയാം. ഗൗതം, നീയും നിന്റെ കാന്താരിയും വെറും ആ 3 വേർഡ്സിന്റെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവൾ ഇപ്പോഴും നിന്റെ
കാന്താരി തന്നെയോ? അതുകൊണ്ടല്ലേ അവൾ എന്നോട് എങ്ങനെയൊക്കെ പറയുന്നേ? അപ്പോ അവളെ മനസ്സിലും ഗൗതം. ആ പറ കാന്താരി. ഞാനെന്നാ പോട്ടെട്ടോ. അവിടെ ഉണ്ണിമോളെ തെരയാൻ വേണ്ടി പൈങ്കിളിയും ഋഷിയൊക്കെ പോയേക്കുമല്ലേ. ഞാനൊന്ന് പോയി നോക്കിട്ട് വരാട്ടോ. പിന്നെ നമ്മളിപ്പോ സംസാരിച്ച കാര്യം ഇല്ല, ആരോടും പറയത്തില്ല. പോരെ? ഓക്കേ. ഓഹോ, അപ്പോ ഇവളാണല്ലേ ഗൗതം അങ്ങനെ പറയാനുള്ള റീസൺ? ഇത്രയും നേരം തല പുണ്ണാക്കി ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾക്കൊക്കെ എങ്ങനെ പണി തരാൻ പോണെന്ന്. എനിക്ക് അതിന് പറ്റിയ അവസരാ. ഇനി എനിക്ക് കാണാടി നീയും ഗൗതമും എങ്ങനെ ഒന്നിക്കണേന്ന്. നിനക്ക് ആദ്യത്തെ പണി അതും നിന്റെ സ്പെഷ്യൽ വണ്ണിന് വെച്ചിട്ട് ഞാൻ തരാം. വെയിറ്റ് ആൻഡ് സീ. പിന്നെ ഗൗതം അങ്ങനെ ആരെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിൽ അവനെ ഇനി മേലാലെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചേ. ബട്ട് അത് നീയാന്ന് അറിഞ്ഞില്ലേ? ആ നിമിഷം തൊട്ടേ ഞാൻ പ്ലാൻ ഇട്ട് കഴിഞ്ഞു. ഇനി ഗൗതം എന്റെയാ, എന്റെ മാത്രം. ഗൗതമിനെ വെച്ച് നിനക്ക് എങ്ങനെ പണി തരാൻ പോണെന്ന് നോക്കിയിരുന്നോ? നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത പണിയാ നിനക്ക് ഞാൻ തരാൻ പോണേ. എങ്ങനെ അവനോട് എന്നോട് മിണ്ടരുതെന്നല്ലേ? ആരോടാ മിണ്ടാതിരിക്കാൻ പോണേനെ? നീ ഇതിലൊന്ന് കണ്ടോ മോളെ? അലക്സ്, എന്താ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും പറയാണ്ടിരിക്കുന്നേ? അത് പിന്നെ ഉണ്ണിമോളെ, ഞാനിപ്പോ പറയണോണ്ട് നിനക്ക് ഹേർട്ട് ആവുകയാണെങ്കിലും എനിക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എനിക്ക് എന്താണോ പറയാനുള്ളത് അത് ഞാൻ മുഖത്ത് നോക്കി തന്നെ പറയും. അതാ എന്റെ ക്യാരക്ടർ. അലക്സ്, ഈ ഈയിടെയായിട്ട് എന്നോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് നിനക്കെന്നെ നന്നായിട്ട് അറിയാം. എന്തേ അറിയില്ലേ? അത് അത് പിന്നെ ദേ ഉണ്ണിമോളെ, ഇതൊക്കെ കണ്ട മനസ്സിലാക്കാൻ പറ്റാത്ത പൊട്ടനൊന്നല്ല ഞാന്. എന്നാലും ഞാൻ അപ്പൊ ഒന്ന് നിന്നോട് റിയാക്ട് ചെയ്യാണ്ടിരുന്നത് ഞാന് മനസ്സിൽ ഉദ്ദേശിക്കണ തന്നെയാണോ നീ ഉദ്ദേശിക്കണേന്ന് അറിയാൻ വേണ്ടിട്ടാ. പക്ഷെ ഈ ടൂറിന് വന്നതോടെ എനിക്ക് കാര്യം മനസ്സിലായി. എന്തായാലും ഞാനായിട്ട് പറയാനിരുന്നതാ. നീയായിട്ട് കണ്ടുപിടിച്ചോണ്ട് അത്രയും സന്തോഷം. അല്ല, ഇതിലിപ്പോ എന്ത് തെറ്റാ നീ കണ്ടുപിടിച്ചേ? യു മീൻ? എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാ. അത് കരുതി ഇതൊരു തെറ്റായിട്ട് നീ അങ്ങനെ കണക്കാക്കും? നിന്റെ കാഴ്ചപ്പാടില് അത് ശരിയായിരിക്കും. പക്ഷെ എനിക്കിതൊന്നും ഒട്ടും സെറ്റ് ആകത്തില്ല. നിനക്കെന്നെ അറിയാവുന്നതാ. ഓ മതി, വീണേച്ചിന്റെ കാര്യല്ലേ പറയാൻ വരുന്നേ? അതൊക്കെ കഴിഞ്ഞു പോയ ചാപ്റ്റർ അല്ലേ അലക്സേ? അതൊന്നും ഞാൻ അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. നിനക്ക് വീണേച്ചിനോട് ഇഷ്ടം തോന്നി. പക്ഷെ വീണേച്ചിക്ക് മണിക്കുട്ടൻ ചേട്ടനാണ് ഇഷ്ടം. കാരണം മണിക്കുട്ടൻ ചേട്ടനും വീണേച്ചിയും ചെറുപ്പം തൊട്ട് ഫ്രണ്ട്സാ. അപ്പോ മണിക്കുട്ടൻ ചേട്ടൻ വന്ന് പ്രപ്പോസ് ചെയ്തപ്പോ ചേച്ചി എസ് പറഞ്ഞു. അതത്രേ ഉള്ളൂ. അല്ലാതെ നീയും ചേച്ചിയും പ്രണയിച്ചിരുന്നിട്ട് ചേച്ചി നിന്നെ ഒഴിവാക്കിയതോ നീ ചേച്ചിനെ ഒഴിവാക്കിയതോ ഇല്ലല്ലോ. അതത്ര വലിയ കാര്യമായിട്ടുള്ള പ്രശ്നമല്ല. പിന്നെന്താ? ഉണ്ണിമോളെ, അത് എന്തെങ്കിലും ആയിക്കോട്ടെ, അത് എന്റെ പേഴ്സണലാ. ഇപ്പോ നിന്റെ മാത്രം പേഴ്സണൽ അല്ല, ഇതില് ഞാൻ ഉൾപ്പെട്ടിട്ടില്ലേ? എനിക്ക് നിന്നോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും നീ അത് എതിർക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഉണ്ണിമോളെ, എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നിന്റെ ഫ്യൂച്ചർ ഇതൊന്നല്ല. ഇനിയും നിനക്ക് ഒരുപാട് ഫ്യൂച്ചർ ഉണ്ട്. അത് മാത്രല്ല, ഇതൊക്കെ ഈ പ്രായത്തിൽ തോന്നുന്നതാ. അത് നീ അത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിപ്പോ പറഞ്ഞത് നിന്നെ ഹേർട്ട് ചെയ്യാനുമല്ല. ഞാൻ നിന്നെ നല്ലൊരു ഐ മീൻ നിന്നെ എന്റെ നല്ലൊരു ഫ്രണ്ട് ആയിട്ട് കണ്ടിട്ടാ ഈ കാര്യം പറയുന്നേ. ഇതൊന്നും വേണ്ട ഉണ്ണിമോളെ, ഇതൊന്നും എനിക്ക് സെറ്റ് ആവത്തില്ല. ഉണ്ണിമോളെ, ഞാൻ പറഞ്ഞു അത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് അത് വേറെ ആരോട് ഷെയർ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. അതെ ഉണ്ണിമോളെ, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ഐ മീൻ ഒരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് എനിക്കിഷ്ടാ. അതുമാത്രല്ല, വീണന്റെ കസിന്, തമ്പുരിന്റെ കസിന്, ഫാമിലി ഫ്രണ്ട്, അങ്ങനെ എല്ലാ രീതിക്കും ഇഷ്ടാ. പക്ഷേ നീ ഉദ്ദേശിക്കുന്ന ആ ഇഷ്ടം എനിക്ക് നിന്നോടില്ല. ഇത് ഞാൻ നിന്നെ ഹേർട്ടാക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ നിന്നെ സങ്കടപ്പെടുത്താനോ നിന്നെ വിഷമിപ്പിക്കാനോ ഒന്നല്ല പറഞ്ഞത്. ഇതെന്റെ മനസ്സിലുള്ള കാര്യാ. എനിക്ക് നീ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണത് കണ്ടിട്ട് ഇത് പറയാണ്ടിരിക്കാൻ തോന്നിയില്ല. അതാ ഞാൻ വന്ന് പറഞ്ഞേ. നിനക്ക് ഹേർട്ടായിട്ടുണ്ടെങ്കിൽ ഐ എം വെരി സോറി. നീ എനിക്ക് സോറി പറയണമെന്നോ അല്ലെങ്കിൽ ഈ കാര്യം പറഞ്ഞ് നിന്നെ കുറ്റപ്പെടുത്തണമെന്നൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇനി മേലാല് ഈ ഒരു ഇന്റൻഷൻ വെച്ച് എന്നോട് പെരുമാറരുതെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ ഞാൻ ഈ കാര്യം നിന്നോട് പറയുന്നത്. നിനക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. അതുകൊണ്ടാ ഇതൊക്കെ ഈ പ്രായത്തിൽ തോന്നുന്നതാ. അത് ഞാൻ ചെയ്തത് എത്ര വലിയ തെറ്റാന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇനി ഞാൻ നിന്നെ ഒരു രീതിക്കും ശല്യം ചെയ്യത്തില്ല. ഉണ്ണിമോളെ, ആർ യു ഓക്കേ? ഞാൻ ഓക്കെയാ. നീ ചെല്ലേ. നീ വരുന്നില്ലേ? ഇല്ല, അത് കുറച്ചേരം ഇവിടെ നിന്ന കള്ളാനുണ്ട്. അതാ, നീ ചെല്ലേ. ഓക്കേ.
ഉണ്ണിമോളെ, അറിഞ്ഞോ അറിയാതെയോ നീ ചെയ്തത് ഒരു തെറ്റാ, തെറ്റ് മാത്രം. അലക്സിന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാതെ നീ നിന്റെ ഒരു നോട്ടം കൊണ്ട് പോലും അവനെ ശല്യം ചെയ്യാൻ പാടില്ലായിരുന്നു. അവന്റെ വാഗൊണ്ട് തന്നെ എങ്ങനെ കേട്ടപ്പോ എന്തോ പോലെ. അവൻ എന്നെ പറ്റി എന്താ വിചാരിച്ചിട്ടുണ്ടാവാ? ഞാൻ അത്രയും മോശാണോ? എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. ഞാൻ എന്തിനാ അവനോട് പറയാൻ പോയേ? അതുകൊണ്ടല്ലേ അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞേ. അവൻ എന്നെ പറ്റി എന്താ വിചാരിച്ചിട്ടുണ്ടാവാ? ഇനി ഞാൻ എങ്ങനെയാ അവന്റെ മുഖത്തേക്ക് നോക്കുന്നേ? ഹോയ്, ഇവൻ എന്താ ഇവിടെ? ഹേ ബേബ്, വിളിച്ചത് പോലും കേൾക്കാണ്ട് എന്താ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഒന്നുമില്ല. ഒന്നുമില്ലെന്നോ? എപ്പോഴും ഇങ്ങനെ ബേബീനൊക്കെ വിളിക്കുമ്പം ദേഷ്യപ്പെടുന്നതല്ലേ? ഇന്നെന്താ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നേ? അപ്പൊ കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. രുദ്ര, അറിയോ ഓക്കെ? ഞാൻ ഓക്കെയാ. എനിക്കെന്താ? അല്ല, നിന്നെ കണ്ടിട്ട് എന്തോ ഫീൽ ആയ പോലെ ഉണ്ടല്ലോ. കരഞ്ഞ പോലെയോ അല്ലെങ്കിൽ അപ്സെറ്റ് ആയ പോലെ ഉണ്ടല്ലോ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നുമില്ല. എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടാവാനാ? അതൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെന്താ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നേ? അവിടെ പൈങ്കിളിയും തമ്പുരും എന്നെ എത്ര തേടി നടന്നെന്നറിയോ? അത് അവര് റെഡി ആവായിരുന്നു. അതാ കുറച്ചേരം കാറ്റ് കൊള്ളാലോന്ന് വിചാരിച്ച് ഇങ്ങോട്ടേക്ക് വന്നതാ. രുദ്ര, എന്താ? നീ ശരിക്കും ഓക്കെ ആണോ? എനിക്കെന്താ, ഞാൻ ഓക്കെയാ. രുദ്ര, എന്താ എന്താ പറ്റി? നിന്റെ സൗണ്ട് ഒക്കെ എന്താ മാറിയിരിക്കുന്നേ? നീ എന്താ തിരിഞ്ഞിരിക്കുന്നേ? ഇങ്ങോട്ട് നോക്ക് രുദ്ര. ഞാൻ പറഞ്ഞല്ലോ ഋഷി, ഞാൻ ഓക്കെയാ. എനിക്ക് ഒരു കുഴപ്പമില്ല. നീ ചെല്ലേ, ഞാൻ കുറച്ചേരം കാറ്റൊക്കെ കൊണ്ടിട്ട് അങ്ങോട്ടേക്ക് വന്നോളാം. എന്നാ നീ കാറ്റ് കൊള്ളു. എനിക്കും നല്ല ചൂടെടുക്കുന്നുണ്ട്. ഞാനും കുറച്ചേരം ഇരുന്ന് കാറ്റ് കൊള്ളട്ടെന്നേ. മനുഷ്യനുള്ള സിറ്റുവേഷൻ മനസ്സിലാക്കാണ്ട്. ഉണ്ണിമോളെ, എന്താ? ഹേയ്, ഒന്നുമില്ല. നീ കാറ്റ് കണ്ടോ? സംതിങ് റോങ്. എന്തോ ആരോ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ പൈങ്കിളിയും തമ്പുരും അവരോട് വഴക്കിട്ട് പോവാൻ വഴിയില്ല. അവര് ഇവളെയും തേടി നടക്കുമല്ലായിരുന്നോ? വേറെ എന്തായിരിക്കും? എന്താണെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. അയ്യോ, എന്താ ജയ്സ പറയുന്നേ? അപ്പോ ലിസയ്ക്കും കിടുവിനും പോവാൻ കഴിയില്ലേ? ഇല്ല ലച്ചു, ചെറിയ പിള്ളേരെ അലൗഡ് അല്ലെന്ന്. അപ്പോ നമ്മൾ എന്താ ചെയ്യാ? അത് കുഴപ്പമില്ല, പിള്ളേര് മാത്രം പോയിക്കോട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനും നീയും ലിസക്കുട്ടിയും കിടുവും കൂടെ അടുത്തുള്ള പാർക്കിലേക്ക് പോവാന്നേ. അയ്യോ, അത് വേണോ? എന്നാ ജയ്സൺ പിള്ളേരൊപ്പം ചെല്ലേ. ഞാന് ലിസക്കുട്ടിനെയും കിടുവിനെയും കൊണ്ട് പാർക്കിലേക്ക് പോയിക്കോളാം. ഹേയ്, അതൊന്നും വേണ്ട. രണ്ടുപേരെയും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പാടായിരിക്കും. അല്ലേലും ആ പിള്ളേര് കാണുന്ന സ്ഥലത്ത് എനിക്ക് എന്താ കാര്യം? അതൊന്നും കുഴപ്പമില്ല. അവരെല്ലാരും കൂടെ ആ റൈഡിൽ പോയിക്കോട്ടെ. നമുക്ക് എല്ലാവർക്കും കൂടെ പാർക്ക് പോവാം. രണ്ടും തൊട്ടടുത്ത് തന്നെയാ. ഓ, അത് ശരി. അല്ല, പിള്ളേര് പോണ സ്ഥലം ഏതാ? ദേ ഇവിടേക്കാ ലച്ചു. അയ്യോ, ഇവിടേക്കാ? അല്ല, ഇത് മറ്റേ പിള്ളേരെ ആ മുടി കൂടുതലുള്ള പ്രിൻസസ് അല്ലേ? അതന്നെ. അല്ല, ഇവിടെ എന്തുവാ ഉള്ളേ? അത് അവരെ ആ സ്റ്റോറിയില്ലേ, അത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവല്. കുറെ സ്റ്റാച്യൂസും കാര്യങ്ങളും അങ്ങനെ കുറെ ഉണ്ട്. അതിലും സ്പെഷ്യൽ എന്താണെന്നറിയോ? ഇത് കാണണമെങ്കില് ബോട്ടിങ് ചെയ്ത് വേണം കാണാന്. കാരണം അകത്ത് ഫുള്ളും വലിയൊരു റിവറാ. അതിന്റെ സൈഡിലൂടെയാണ് ഈ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. കേൾക്കുമ്പോ തന്നെ കൊതിയാവാ. അല്ല, പിന്നെന്തേ പിള്ളേരെ അലോഡ് ചെയ്യാത്തെ? അത് പിന്നെ നന്ന ചെറിയ പിള്ളേരല്ലേ, അവരെ കെയർ ചെയ്യാൻ കുറച്ച് പാടായിരിക്കത്തില്ലേ? അതായിരിക്കും. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഞാന് ലിസക്കുട്ടീനെയും കിടുവിനെയും നോക്കിക്കോളാം. നീ പിള്ളേർക്കൊപ്പം ചെന്നോ? അയ്യോ, അതൊന്നും വേണ്ട. എന്തേലും ലിസക്കുട്ടി നിക്കത്തില്ല. പിന്നെ അത് മാത്രല്ല, അവളെ മാനേജ് ചെയ്യാൻ കുറച്ച് പാടാ. അതുകൊണ്ട് നമുക്ക് അവള് വലുതായതിനു ശേഷം ഒന്ന് വരാലോ. എന്നാ ഞാൻ പോയി പിള്ളേരൊക്കെ റെഡി ആയി നോക്കട്ടെ. റെഡി ആണെങ്കിൽ ഇപ്പൊ തന്നെ പോവാലോ. ആ, വേഗം ചെല്ലേ. വണ്ടി താഴത്ത് എത്തിയിട്ടുണ്ട്. അവര് വന്നു കഴിഞ്ഞാ വേഗം പോവായിരുന്നു. എൻട്രിക്ക് ടൈം ഒക്കെ തന്നിട്ടുണ്ട്. അതാ